ഇടക്കൊച്ചിയിൽ ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു. ഊട്ടോളി മഹാദേവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. 3 കാറുകൾ, ഒരു ബൈക്ക്, ആനയെ കൊണ്ടുവന്ന ലോറി, സൈക്കിൾ എന്നിവ ആന തകർത്തു. പാപ്പാനും പരിക്കേറ്റു. ആനയെ ഇടക്കൊച്ചി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പകൽപൂരത്തിന് കൊണ്ടുവന്നതായിരുന്നു. ഡാനി പോൾ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണോ? എന്താണ് അവിടെ നിന്നുമുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? രേണുക, ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ അതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത് തീർത്തും പരിഭ്രാന്തിയായ അന്തരീക്ഷമാണ് ഇവിടെ ഉണ്ടായത്. എഴുന്നള്ളത്തിന് വേണ്ടി കൊണ്ടുവന്നതായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി ആന ഇടയുന്നു. ഊട്ടോളി മഹാദേവൻ എന്ന ആനയാണ് ഇവിടുത്തെ പകൽപൂരത്തിന് വേണ്ടി എത്തിച്ചത്. ഇടക്കൊച്ചി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവമായിരുന്നു. ഇവിടെ ആനയെ എത്തിച്ചത്. ഇവിടെ എത്തിച്ച അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെയും അതിന്റെ ലക്ഷണങ്ങൾ മാറുന്നു. അതൊരു മറ്റു പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അടക്കം എത്തുന്നു. തുടർന്നാണ് ഈ കൊണ്ടുവന്ന ലോറി അത് കുത്തിമറിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന 3 കാറുകൾ തകർത്തു. ഒരു ഇരുചക്ര വാഹനവും തകർത്തിട്ടുണ്ട്. അങ്ങനെ ഒരു തീർത്തും പരിഭ്രാന്തി നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉണ്ടായത്. എന്ത് ചെയ്യണമെന്ന് ആളുകൾക്ക് ഒരു രൂപമില്ലാതെ നിൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. പിന്നീട് ക്ഷേത്രം ഭാരവാഹികൾ തന്നെയും ഇവിടേക്ക് വനംവകുപ്പിനെയും മറ്റു ബന്ധപ്പെട്ടവരെയും തന്നെ ആ വിവരം അറിയിക്കുകയായിരുന്നു. അതനുസരിച്ച് ഇവിടേക്ക് വനംവകുപ്പ് അതോടൊപ്പം തന്നെ സ്ഥലത്തെ പോലീസും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നിലവിൽ ഒടുവിൽ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഇതിനെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ ഒരു അന്തിമഘട്ടത്തിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പാപ്പാനും പരിക്കുണ്ട്. ആദ്യഘട്ടത്തിൽ നിന്ന് നിയന്ത്രിക്കാൻ ശ്രമിച്ച പാപ്പാനും പരിക്കേൽക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഉത്സവം ആയതിനാൽ, പകൽപൂരമായത് കൊണ്ട് തന്നെ പ്രത്യേകിച്ചും നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുകയും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ തീർത്തും മറ്റ് അപകടങ്ങളിലേക്ക്, മറ്റു ആളുകൾക്ക് കൂടുതൽ അത്യാഹിതങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ഭാഗ്യം കൊണ്ട് വന്നില്ല എന്ന് വേണം പറയുവാനായിട്ട്. ഏതായാലും വാഹനങ്ങൾ തകർത്തിട്ടുണ്ട്. അതിന് തീർത്തും പരിഭ്രാന്തി നിറഞ്ഞ ഒരു അന്തരീക്ഷം ഈ ഇടക്കൊച്ചിയും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നു. അത് ആന ഇടഞ്ഞതിന്റെ ഒരു സാഹചര്യത്തിൽ ചുറ്റുപാടുമുള്ള ഗതാഗതം വരെയും റോഡിനോട് ചേർന്നുള്ള ഒരു ക്ഷേത്രമാണ് അവിടെ നിർത്തിവെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ശരി, എന്തായാലും ഏറെ പരിഭ്രാന്തി പരത്തി ആന ഇപ്പോൾ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലാണ്. ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്.